പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സത്യങ്ങളെല്ലാം മറനീക്കി മുന്നിലേക്ക് പുറത്തു വരികയാണ് സരയുവിൻ്റെ. തൻ്റെ അമ്മ താരയാണ് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് സരയു ആകെ തകർന്നു പോകുന്നു. ഇതേ തുടർന്ന് താരയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് സരയു. പക്ഷേ സരയുവിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന കിരണും കല്യാണിയും എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു. ഇതോടെ എനിക്ക് എൻ്റെ അമ്മയെ ഒരു തവണ കാണണം, അതിന് നിങ്ങൾ സഹായിക്കണം. ഇത് കേൾക്കുന്ന കിരൺ, അത് സാധ്യമല്ല. നിന്നെ കാണുന്നതിനായി താര ആൻറ്റി ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴെല്ലാം നീ അവരെ ആട്ടിയകറ്റുകയാണ് ചെയ്തത്. മാത്രവുമല്ല, ഒരു തവണ കൊല്ലാനും ശ്രമിച്ചു. അങ്ങനെയുള്ള നീ എന്തിനാണ് താര ആൻറ്റിയെ കാണുന്നത്? അതിന് എന്ത് അടിസ്ഥാന യോഗ്യതയാണ് നിനക്കുള്ളത്? ഇതോടെ എൻ്റെ അമ്മയാണ് താര ആൻറ്റി എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു തവണ എൻ്റെ അമ്മയെ കാണണം. എനിക്ക് അതിനുള്ള അവകാശമില്ലേ? നിങ്ങൾ തന്നെ പറ, അതിനുള്ള അവകാശം എനിക്കില്ലേ? എന്നെ ദയവായി കയറ്റിവിടണം. എനിക്ക് അമ്മയെ കണ്ട് കുറച്ച് സമയം സംസാരിക്കണം. എന്നാൽ മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് ക്ഷമ ചോദിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കിരൺ. മാത്രവുമല്ല, കൈകൂപ്പി കിരണിന്റെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു സരയു. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്ന കല്യാണി കിരണിനോട് അവളെ താര ആൻറ്റിയെ കാണിക്കാൻ കൊണ്ടുപോകാമെന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ താര ആൻറ്റിയെ കാണിച്ചു തരാം എന്ന് വ്യക്തമാക്കുന്ന കിരൺ, പക്ഷേ ഇതെല്ലാം നിന്റെ അഭിനയമാണോ എന്നുള്ള സംശയം എനിക്ക് ഇപ്പോഴും മനസ്സിൽ ഉണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞാൻ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? എനിക്ക് എൻ്റെ തെറ്റുകളെല്ലാം ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് കിരൺ. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ്. പക്ഷേ അതിനെല്ലാം എനിക്ക് എൻ്റെതായ ന്യായമുണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. സത്യങ്ങൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ഇത് കേൾക്കുന്ന കിരൺ, അപ്പോൾ നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച അവളോട് ക്ഷമിക്കാൻ നീ തയ്യാറാണോ? ഇത് കേൾക്കുന്ന സരയു ഒന്ന് ഞെട്ടിപ്പോവുകയും, ആര് ആരാണ് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത്? ഇത് കേട്ടതിനെ തുടർന്ന് മറ്റാരുമല്ല, നിന്റെ അച്ഛൻ എന്ന് പറയുന്ന രാഹുലും അതുപോലെ തന്നെ ഷാരിയും തന്നെയാണ് ഉറങ്ങിക്കിടന്ന നിന്റെ കുഞ്ഞിനെ എടുത്ത് പിച്ചക്കാരന് കൊടുത്തത്. അയാളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തിരികെ നിന്റെ വീട്ടിലേക്ക് എത്തിച്ചത് ഞങ്ങളാണ്. ഇല്ലെങ്കിൽ കാണാമായിരുന്നു നിന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറഞ്ഞതിനെ തുടർന്ന് പൊട്ടിക്കരയുകയാണ് സരയു. മാത്രവുമല്ല, കിരണിന്റെ കാലിലേക്ക് വീഴുകയും ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുകയും ചെയ്തത് ആകെ തകർത്ത് കളയുകയാണ് കിരണിന്റെ മനസ്സിനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.